യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആര്യാസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. അതിൽ ഞാൻ 2-3 ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് എനിക്കും ഇങ്ങനെ ആഗ്രഹമുണ്ട്, ചെയ്യണം. അപ്പോൾ എന്നും ഞാനിങ്ങനെ വീഡിയോ എടുക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യാനും സമയമില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. വേറെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല കേട്ടോ. എന്നിരുന്നാലും നമുക്ക് വീട്ടിലെ കാര്യങ്ങളും എല്ലാം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം നോക്കിയൊക്കെ ചെയ്യുന്നതിനിടയിൽ നമുക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല. പിന്നെ ഞാൻ ഓർത്ത് നമുക്ക് എന്തുകൊണ്ട് സമയം കണ്ടെത്തിക്കൂടാ, നമ്മൾ ഈ ജോലി ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് തന്നെ, ഫോണിൽ നോക്കിയിരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഒരു തോന്നലുണ്ടായിട്ട് എന്തായാലും എന്തെങ്കിലും ആകട്ടെ, എങ്ങനെയെങ്കിലും ആകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് എടുത്ത് ഞാനത് എല്ലാം എഡിറ്റൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്ക് എങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഇൻട്രോ എടുക്കാം എന്ന് കരുതിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് എടുക്കുന്നത്. ഇൻട്രോ എടുക്കാൻ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്യാം എന്ന് കരുതി അങ്ങനെയാണ് ഇൻട്രോയിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു 3 മണി തൊട്ട് 9:30 വരെയുള്ളൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ എന്നെ കൊണ്ടാവുന്നത് പോലെ, സ്റ്റാൻഡൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ഫോൺ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് ചെറിയ ഭാഗങ്ങളായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്ത് നമുക്ക് ആരുമില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. 3 മണിയായപ്പോൾ അങ്ങനെ ഞാൻ ദേവൂട്ടിനെ വിളിക്കാൻ വേണ്ടി അംഗൻവാടിയിലേക്ക് പോയി. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ മോനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് വേണം തമ്പുരുമോളെ വിളിക്കാൻ പോകാനായിട്ട്. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മോളെ വിളിക്കാനായിട്ട് പോയി ഞാനും മോനും. മോള് വന്നു. അവളുടെ ലഞ്ച് ബാഗൊക്കെ കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് അവളുടെ ടൈയും ബെൽറ്റും അങ്ങനെയുള്ളതൊക്കെ അവൾ അപ്പം തന്നെ മാറ്റുമോ. വരുന്ന പാടെ ചൂടാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, കുളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വരുമ്പോൾ തന്നെ ഞാൻ മോളെ കുളിപ്പിച്ചിട്ട് കഴിക്കാൻ കൊടുക്കും. പിന്നെ മോൾ അടുത്തൊരു വീട്ടിൽ അക്ഷരം പഠിക്കാൻ പോകുന്നുണ്ട് ഒരു 6 മണി വരെ. അതുകൊണ്ട് സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുളിച്ചൊരുങ്ങി അവൾ അങ്ങോട്ട് തന്നെ പോകും. 6 മണിയാവും തിരിച്ച് വരാനായിട്ട്. അതിനിടയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ സ്കൂളിലുണ്ടായ കാര്യങ്ങളും അവൾക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഒരുങ്ങാൻ നേരത്താണ് ഇരുന്ന് പറയുന്നത്. ക്ലാസ്സിൽ നടന്നത് അങ്ങനെയാണമ്മ ഇങ്ങനെയാണമ്മ എന്നൊക്കെയാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ അവൾക്ക് കഴിക്കാനായിട്ട് ദോശയാണ് കൊടുത്തത്. കറി ഉണ്ടെങ്കിലും പഞ്ചസാര മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ കഴിക്കുന്ന നേരം കൊണ്ട് മിറ്റമൊക്കെ തൂക്കാമെന്ന് കരുതി. മോനാണെങ്കിൽ ഇതിലിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കളിക്കുന്നുണ്ട്. അവനെ വീഡിയോയിൽ അങ്ങനെ കാണാൻ പറ്റില്ല, കാരണം അവന് 3.5 വയസ്സുണ്ട്. അപ്പോൾ അവന് ഇങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. എപ്പോഴും സൈക്കിളോ അല്ലെങ്കിൽ വല്ല കളിപ്പാട്ടോ ഒക്കെ കിട്ടുവാണെങ്കിൽ അതുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഞാൻ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ടൈം ഒരു 4:10 ഒക്കെ 4:10 4:15 ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ മിറ്റമൊക്കെ തൂക്കുവാണ്. മിറ്റം തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് അന്നേരമാണ് ടീച്ചർ മെസ്സേജ് ഇട്ടിരിക്കുന്നത്, അന്ന് ട്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഭാഗ്യം, ഇനിയിപ്പം അത്രയും സമയം ബാക്കി ജോലി പെട്ടെന്ന് തീർക്കാമല്ലോ. അന്ന് എനിക്ക് കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മിറ്റമെല്ലാം തൂത്ത് ക്ലീനാക്കി കഴിഞ്ഞിട്ട് പാത്രം കഴുകാനുണ്ടായിരുന്നു. പാത്രമൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി മാറ്റുകയാണ്. രാവിലത്തെ കാപ്പിയുടെയൊക്കെ കാസ്ട്രോളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി മാറ്റുമായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പാത്രവും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെ വേഗം കഴുകി മാറ്റുവാണ്. മോൾ അവിടെ നിന്ന് കഴിക്കുകയാണ്, മോനും അടുത്തിരിക്കുകയാണ്. അവൻ ചിലപ്പോൾ കാർട്ടൂൺ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നിരുന്ന് കാണും, ഇല്ലെന്നുണ്ടെങ്കിൽ സൈക്കിളുമായിട്ട് തന്നെ ഫുൾ ടൈം ഈ വീട്ടിൽ തന്നെ കിടന്ന് കളിയാണ് ആളുടെ മെയിൻ. പാത്രമെല്ലാം അങ്ങനെ കഴുകി മാറ്റി അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ചോറ് കഴിക്കാറാകുമ്പോഴത്തേക്ക് അടുക്കളയിലോട്ട് കയറത്തുള്ളൂ. ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞിരുന്നു. അങ്ങനെ പാചകമൊക്കെ ഇങ്ങനെ പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ അടുക്കളയുടെ ഒരു സ്ലാബില്ലേ, അതിന് ഇത് കോട്ടയില്ലേ, അപ്പോൾ ഇവിടെയൊക്കെ അമ്മയൊക്കെ പാചകം എന്നാണ് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ തുടച്ച് അവിടെ എപ്പോഴും വൃത്തിയായിട്ടിടണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ഇതാണ്. അമ്മ എപ്പോഴും പറയും അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം, പാചകത്തിലൊന്നും വെക്കുന്ന ഇഷ്ടമില്ല. പാത്രമൊക്കെ നമ്മൾ കറി വെച്ചിട്ട് ആ പാത്രമൊക്കെ അവിടെ തന്നെ വെക്കണം, അതാണ് അമ്മയുടെ ഇഷ്ടം. പാചകത്തിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ തൂത്തുവാരണമായിരുന്നു, പെരയൊക്കെ തൂത്തുവാരണമായിരുന്നു. അപ്പോൾ റൂമെല്ലാം തൂത്തുവാരി. ഇതാണ് രാവിലെ ഇവർ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ തൂത്തുവാരി ഇടും. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പൊടിയും ഒന്നും കാണത്തില്ല.
വൈകുന്നേരം ഞാൻ അതുകൊണ്ട് ഒന്ന് 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് തൂത്ത് വാരിയിടും. വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് പെര മൊത്തം ഒന്ന് തൂത്ത് വാരിയിടും. അങ്ങനെ എല്ലാ റൂമും തൂത്ത് വാരിയിരിക്കുകയാണ്. മോളവിടെ ഞാൻ TV വെച്ച് കൊടുത്തു. അവളവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോൻ കളിയിൽ തന്നെയാണ്. അവനൊരു അംഗൻവാടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം കളിയാണ്. വിളക്ക് കത്തിക്കാൻ നേരം ആകുമ്പോഴേ വീട്ടിനകത്തോട്ട് കയറത്തോള്. തൂത്തുവാരിയൊക്കെ കഴിഞ്ഞു ഏകദേശം. ഇനി അമ്മയുടെ റൂമും കൂടെ തൂക്കാനുണ്ട്. അങ്ങനെ ഞാൻ അമ്മയുടെ റൂമൊക്കെ തൂത്ത് വന്നു. അങ്ങനെ എല്ലാം ക്ലീനായി കഴിഞ്ഞു. പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയെല്ലാം പെട്ടെന്ന് പോയാൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാറായില്ല. അപ്പോഴത്തേക്ക് സമയം പെട്ടെന്ന് 6 മണിയായി. ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 6 ആയി. പെട്ടെന്ന് വിളക്ക് കത്തിക്കണ്ടേ. അപ്പോഴത്തേക്ക് ഞാൻ എന്നും വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഹോളും അടുക്കളയും വർക്ക് ഏരിയയുടെ ഭാഗത്തും എന്നും തുടയ്ക്കും. കാരണം രാവിലെ ഈ പിള്ളേരെപ്പോഴും എന്തെങ്കിലും കഴിക്കുന്നതും എല്ലാമൊക്കെ തട്ടിയിടി എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് റൂമൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം അല്ല ഹാളൊക്കെ ഒന്നും തുടയ്ക്കും. അത് കഴിഞ്ഞ് ഞാൻ സമയം പെട്ടെന്ന് പോയി. 6:10 പെട്ടെന്ന് കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിക്കണ്ടേ. 6:20 ആയപ്പോഴത്തേക്ക് ഞാൻ വിളക്ക് കത്തിക്കാനായിട്ട് ഒരുങ്ങി. അപ്പോഴത്തേക്ക് മോള് കഴിച്ച് പാത്രം എല്ലാം കൊണ്ടുവച്ച് അവൾ കൈമുഖമൊക്കെ കഴുകിയിട്ട് എൻ്റെ കൂടെ വിളക്ക് കത്തിക്കാൻ നേരത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട് അവളുള്ളപ്പം. ട്യൂഷൻ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ വിളക്ക് കത്തിച്ചിട്ട് ഞാനും മോനും കൂടെ കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോവും. ഉള്ളപ്പോൾ എൻ്റെ അടുത്ത് പറയും ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം അമ്മേ, ഞാൻ പൂ പറിച്ചുകൊണ്ട് വരാം അമ്മേ എന്നൊക്കെ പറയും. അങ്ങനെ എനിക്ക് ഭഗവാന് വെക്കാനുള്ള വെള്ളമൊക്കെ അവളാണ് പോയി എടുത്തിട്ട് വന്നത്. പൂവും പറിച്ചുകൊണ്ട് തന്നു. അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള കുട്ടിയാണ് കേട്ടോ. തമ്പുരു എന്നാണ് മോളുടെ പേര്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വിളക്കൊരുക്കുകയാണ്. പിന്നെ ഇടയ്ക്കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. ഞാൻ ഫോൺ ഇവിടെ ഓണാക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിലോട്ട് നോക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നതെന്നറിയത്തില്ലല്ലോ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഫോണൊക്കെ ഓണാക്കി വെച്ചിട്ട് അമ്മ എന്ത് ചെയ്യുക എന്നുള്ള ഒരു ഇത് അവളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതിനിടയ്ക്ക് അവളും അത് ഏറ്റ് ചൊല്ലുന്നുണ്ട്. തെറ്റാണ് അവൾ പാടുന്നതൊക്കെ. എന്നാലും എനിക്കപ്പോൾ ചിരിയും വരുന്നുണ്ട്. ഇവൾ തെറ്റ് പാടുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വിളക്ക് താഴെ വെച്ചില്ല. കാരണം എന്ന് വെച്ചാൽ താഴെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വിളക്ക് കത്തിച്ച് വെക്കുമ്പോഴത്തേക്ക് മോൻ വന്നിട്ട് എപ്പോഴും ഉണ്ടല്ലോ വിളക്കിൻ്റെ തിരി അങ്ങ് കെടുത്തു. അങ്ങനെ വിളക്ക് കത്തിച്ച ശേഷം കുറച്ച് നേരം ഞങ്ങൾ മുറ്റത്തൂടെയൊക്കെ നടന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മോള് എഴുതാനുള്ളതൊക്കെ തന്നെ അവൾ വന്നിരുന്ന സമയത്ത് ഹോംവർക്കൊക്കെ എഴുതി. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പഴയ ബുക്കിൽ അവൾ അന്ന് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എല്ലാം എഴുതും. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഇന്ന് ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ട്യൂഷൻ ക്ലാസ്സിലെ കാര്യങ്ങളും എല്ലാം ബുക്കിൽ എഴുതുകയാണ്. പിന്നെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എന്നോട് പറയാമായിരുന്നു. നമ്പേഴ്സൊക്കെ അങ്ങനെ എന്നോട് കാണാതെ പറയണം അമ്മേ ഞാൻ പഠിച്ചു അമ്മേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഓരോന്നൊക്കെ പറയുകയാണ്. അതിനിടയ്ക്ക് മോൻ കയറി അടുത്തോട്ട് വരുന്നുണ്ട്. ചോറ് വേണം വിശക്കുന്നുണ്ട്, ചേച്ചി കളിക്കാൻ വിടുക എന്നൊക്കെ ഭയങ്കര പരാതിയും പരിഭവമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുവേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്പോൾ പറയും എനിക്ക് വേണ്ട ഉമ്മ എന്നൊക്കെ പറയും. എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു ഉമ്മ വന്നില്ലേ അവനൊരു സമാധാനം കിട്ടും. പിന്നെ അവളോട് തമ്പുരുമോളോട് തന്നെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ എൻ്റെ വാ പൊത്തിപ്പിടിക്കുന്നുണ്ട്. അമ്മ ഇനി മിണ്ടണ്ട, എന്നോട് മിണ്ടിയാൽ മതി എന്നൊക്കെയായി പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മോനെ ചേച്ചിയെ പഠിപ്പിച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ബാലവീർ വെക്ക് കൊച്ചി TV വെക്കെന്നും പറഞ്ഞിട്ട് ബഹളമാണ്. അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മണി വരെ 7:30 വരെ എന്തെങ്കിലുമൊക്കെ പഠിച്ചും വായിച്ചുമൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് 7:30 ആവാറാകുമ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരും ചോറൊക്കെ കഴിക്കും. ചോറ് വെച്ചിട്ട് കുറച്ച് നേരം TV കണ്ടിരിക്കും. അമ്മയും അച്ഛനും വരാനായിട്ട് 8:30 ആവും. അത് കഴിഞ്ഞ് അവരും വന്ന് ഞങ്ങളൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിടക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ. ബൈ. അതെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ലൈക്ക് ചെയ്യാനൊക്കെ പറയണം കേട്ടോ. ചെറിയ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം പിള്ളേരുള്ളതുകൊണ്ട് അതിൻ്റെ 2 പേരും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഫോൺ എപ്പോഴും എടുത്തുകൊണ്ട് നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇനി മുന്നോട്ടിടുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.